ഓഗസ്റ്റ് 25 ഞായറാഴ്ച. യോഹന്നാൻ 6:60 മുതൽ 69 വരെ വാക്യങ്ങൾ. വളരെ കാലം മുമ്പ് ഒരു മഹാനായ യോദ്ധാവ് ഒരു സാഹചര്യത്തെ അഭിമുഖീകരിച്ചത് ഇങ്ങനെയാണ്. യുദ്ധക്കളത്തിലെ തൻ്റെ വിജയം ഉറപ്പാക്കുന്നതിന് അദ്ദേഹത്തിന് ഒരു തീരുമാനമെടുക്കാൻ ആവശ്യമായി വന്നു. അവൻ തൻ്റെ സൈന്യത്തെ ശക്തനായ ശത്രുവിനെതിരെ അയക്കാൻ പോവുകയായിരുന്നു. അവരുടെ എണ്ണം തൻ്റേതിനേക്കാൾ കൂടുതലായിരുന്നു അറിയാമായിരുന്ന അവൻ തൻ്റെ സൈനികരെ ബോട്ടുകളിൽ കയറ്റി ശത്രു രാജ്യത്തേക്ക് അയച്ചു. സൈനികരെയും ഉപകരണങ്ങളെയും അവിടെ ഇറക്കിയിട്ട് അവരെ വഹിച്ച കപ്പലുകൾ കത്തിക്കാൻ ഉത്തരവിട്ടു. യുദ്ധത്തിനു മുമ്പ് തൻ്റെ ആളുകളെ അഭിസംബോധന ചെയ്തുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ വന്ന ബോട്ടുകൾ കത്തി ചാമ്പലാവുന്നത് നിങ്ങൾ കാണുന്നു. അതിനർത്ഥം നമ്മൾ വിജയിച്ചില്ലെങ്കിൽ ഈ തീരം വിട്ട് ജീവനോടെ പോകാൻ കഴിയില്ല എന്നാണ്. നമുക്കിപ്പോൾ മറ്റൊരു വഴിയുമില്ല, വിജയിക്കുക അല്ലെങ്കിൽ നശിക്കുക. അവർ വിജയിച്ചു. ഒരു പഴഞ്ചൊല്ലുണ്ട്, യാത്ര കഠിനമാകുമ്പോൾ കഠിനമായവർക്ക് മാത്രമേ യാത്ര പൂർത്തിയാക്കാൻ സാധിക്കുകയുള്ളൂ. ദുർഘടമായ റോഡുകളിലൂടെ നടക്കുമ്പോൾ പിന്നോട്ട് തിരിയാനും പഴയ ജീവിത രീതിയിലേക്ക് പോകാനും എളുപ്പമാണ്. മുന്നോട്ടുള്ള യാത്ര ഉപേക്ഷിക്കാനുള്ള പ്രലോഭനങ്ങൾക്കിടയിലും നമ്മുടെ വിശ്വാസം മുറുകെ പിടിക്കാനുള്ള ശക്തി നമുക്ക് ആവശ്യമാണ്. ഒരിക്കലും പിന്തിരിയരുത് എന്ന ശീലം നാം നിലനിർത്തണം. ഇത്ര ദൂരം നമ്മൾ എത്തിയിട്ടുണ്ട്. നിത്യജീവൻ്റെ വാക്കുകൾ യേശുവിനുണ്ട്. അതുകൊണ്ട് അവൻ്റെ രാജ്യത്തിലേക്ക് നടന്നുകൊണ്ടേയിരിക്കാം. ഇന്നത്തെ സുവിശേഷത്തിൽ നാം വായിക്കുന്നത് ജീവൻ്റെ അപ്പത്തെക്കുറിച്ചുള്ള യേശുവിൻ്റെ പഠിപ്പിക്കൽ ചിലർക്ക് അസഹനീയവും അസ്വീകാര്യവുമായി തോന്നി. അതുകൊണ്ട് അവരിൽ പലരും യേശുവിൽ നിന്ന് അകന്നുപോയി. ചിലർ അവൻ്റെ മരണത്തെക്കുറിച്ച് തന്നെ ഗൂഢാലോചന നടത്തി. ആളുകൾക്ക് വിശ്വാസമില്ലെങ്കിൽ ഇതാണ് സംഭവിക്കുന്നത്. രക്ഷയുടെ സന്ദേശം മനസ്സിലാക്കാനും സ്വീകരിക്കാനും നമുക്ക് വിശ്വാസം ആവശ്യമാണ്. പത്രോസും മറ്റ് അപ്പോസ്തലന്മാരും യേശുവിനോടൊപ്പം നിന്നു. അവരുടെ ഗുരു എന്താണ് പഠിപ്പിക്കുന്നതെന്ന് അവർക്ക് വലിയ ധാരണമൊന്നും ഇല്ലായിരുന്നെങ്കിലും അവർ അവനിൽ വിശ്വസിച്ചു. തീർച്ചയായും യേശുവിൻ്റെ പല പഠനങ്ങളും സ്വീകരിക്കാൻ പ്രയാസമായിരുന്നു. പ്രത്യേകിച്ചും അവ നമ്മുടെ ബിസിനസ്സിനെ അല്ലെങ്കിൽ ബന്ധങ്ങളെയൊക്കെ കാര്യമായി ബാധിക്കുമ്പോൾ. യേശുവിൻ്റെ പഠിപ്പിക്കലുകൾ അത്ര എളുപ്പമല്ല. നിങ്ങളുടെ ശത്രുക്കളെ സ്നേഹിക്കുക, അത് എളുപ്പമല്ല. പരിപൂർണരായിരിക്കുക, അത് മിക്കവാറും അസാധ്യമാണ്. സ്വയം ത്യജിക്കുക, മരിക്കുക, അത് അസ്വീകാര്യമാണ്. അവൻ്റെ ശരീരം ഭക്ഷിക്കുന്നതും അവൻ്റെ രക്തം കുടിക്കുന്നതും തികച്ചും സങ്കല്പിക്കാനാവാത്തതാണ്. തൽഫലമായി അവൻ്റെ ശിഷ്യന്മാരിൽ പലരും അവനെ പിന്തുടരുന്നത് നിർത്തി. അവർ അങ്ങനെ തങ്ങളുടെ പഴയ ജീവിത രീതിയിലേക്ക് മടങ്ങി. ഇന്നും പലർക്കും യേശുവിൻ്റെ ഉപദേശങ്ങൾ അംഗീകരിക്കാൻ കഴിയില്ല. അവർ തുടക്കത്തിൽ ക്രിസ്ത്യാനികളായി തീരുകയും എന്നാൽ അവരിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് പൂർണ്ണമായും ജീവിക്കാൻ കഴിയാതെ വരുമ്പോൾ അവർ തങ്ങളുടെ പഴയ ജീവിത രീതിയിലേക്ക് മടങ്ങുകയും ചെയ്യുന്നു. പ്രിയപ്പെട്ടവരെ, നിത്യജീവൻ്റെ വാക്കുകൾ യേശുവിലുണ്ട്. നമുക്ക്
നിത്യജീവൻ ലഭിക്കണമെങ്കിൽ യാതൊരു മുൻകരുതലുകളുമില്ലാതെ പൂർണ്ണ ഹൃദയത്തോടെ അവിടത്തേക്ക് സമർപ്പിക്കുക. നിങ്ങളും പോകുന്നുവോ എന്ന് യേശു നമ്മളോട് ചോദിക്കുകയാണെങ്കിൽ നമ്മുടെ ഉത്തരം പത്രോസിനെ പോലെ ആയിരിക്കട്ടെ. ഞങ്ങൾ ആരുടെ അടുത്തേക്ക് പോകും? എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് ഒത്തിരി സ്നേഹത്തോടെ പോളച്ചൻ CSSR ഫ്രം കേരള.